നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനാണ് നിങ്ങളുടെ ജിൻസോ ബ്രോ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്കെല്ലാം സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് നേരെ നമ്മുടെ സർവീസ് സെൻറ്ററിലേക്ക് പോവാണ്. ഇപ്പോൾ നാളെ കഴിഞ്ഞ് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പുണ്ട്. അന്നേരം ആക്ച്വലി രണ്ട് വർഷമായി, ഏകദേശം അപ്രോക്സിമേറ്റ്ലി എന്ന് പറയാം, 2 വർഷമായി നമ്മുടെ വണ്ടി ഒന്ന് സർവീസ് ചെയ്തിട്ട്. വളരെ മോശമായൊരു കാര്യമാണല്ലേ? യെസ്, മോശമായൊരു കാര്യമാണ്. അപ്പോൾ 2 വർഷമായി നമ്മുടെ വണ്ടി സർവീസ് ചെയ്തിട്ട്. അപ്പം നമ്മൾ വണ്ടി ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കാൻ പോകണം. സംഭവം എന്ന് വെച്ചാൽ വണ്ടി അധികം ഓടുന്നില്ലായിരുന്നു. ഞാൻ നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് പോയതിന് ശേഷം വളരെയധികം ബിസി ആയിപ്പോയി ലൈഫ്. അന്നേരം അധികം വണ്ടി ഓടുന്നില്ലായിരുന്നു, ലോക്കലോട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നോർത്ത് ഈസ്റ്റ് ട്രിപ്പിനിടയ്ക്ക് നമ്മൾ സർവീസ് ചെയ്ത ആ ഒരു സർവീസിലാണ് വണ്ടി ഇപ്പോൾ ഓടിക്കൊണ്ടിരുന്നത്. ഇടയ്ക്ക് എഞ്ചിൻ ഓയിലൊന്ന് കുറഞ്ഞു പോയപ്പോൾ ഒന്ന് ടോപ്പ് അപ്പ് ചെയ്ത് കൊടുത്തു. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ എഞ്ചിൻ ഓയിൽ മാറേണ്ടപ്പോൾ ഓയിൽ ഫിൽറ്റർ മാറണമല്ലോ. അന്നേരം ഓയിൽ ഫിൽറ്റർ മാറാനായിട്ട് ഓയിൽ ഫിൽറ്റർ സ്റ്റോക്കില്ലായിരുന്നു. പിന്നെ കൊറോണ വന്നു, ഫുള്ള് ബ്ലോക്കായി. അപ്പോൾ ഇപ്പോൾ എന്താണേലും എൻ്റെ ഒരു ഫേവറേറ്റ് മെക്കാനിക് ഉണ്ട്, നമ്മുടെ മർഷാദ് എന്നാണ് പേര്. ഞാൻ പണ്ട് മർഷാദിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. KTC ഹോണ്ടയിലെ മെക്കാനിക്കാണ്. അപ്പോൾ ഞാൻ മാനന്തവാടിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുൽപ്പള്ളിയിൽ നിന്ന് മാനന്തവാടിക്ക് പോകുന്ന വഴിയാണിത്. വയനാട്ടിലെ. ഓക്കെ, സോ ഞാൻ വണ്ടി കൊടുത്തുകൊണ്ടിരുന്നത് സാധാരണ കോഴിക്കോട് KTCയിലായിരുന്നു. ഇപ്പം നമ്മൾ മർഷാദ് അണ്ണൻ മാനന്തവാടിയിലേക്ക് മാറിയപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ചങ്ങായിക്ക് നമ്മുടെ വണ്ടി പണ്ട് മുതൽ നോക്കിക്കൊണ്ടിരുന്ന പുള്ളിയാണല്ലോ. അന്നേരം പുള്ളിക്ക് തന്നെ വണ്ടി കൊടുക്കാം. ഞാൻ 1-2 ആവശ്യമുള്ള പാർട്സ് ഞാൻ പുള്ളിയോട് പറഞ്ഞു, മർഷാദിനോട് പറഞ്ഞു, വാങ്ങി കോഴിക്കോട് നിന്ന് ലോഡ് എടുക്കാൻ. അന്നേരം അത് എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പം ചെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും പിന്നെ ഈ വ്ളോഗിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ GoPro Hero8 മീഡിയ മോഡ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ആക്ച്വലി അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇന്ന് തന്നെ നമ്മുടെ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുക്കുന്നത് ഹീറോ മോഡ് ഇങ്ങനെയാണ് കാണുന്നത് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ. സോ ഇപ്പം നമ്മൾ കണ്ട കാട്ടിൽ ആനയും പുലിയുണ്ടോ എന്നറിയില്ല, പക്ഷെ ആനയുണ്ട്, പന്നിയുണ്ട്, ആനയുണ്ട്. വയനാട്ടിലിപ്പോൾ പുലി സീസണാണ്. എല്ലായിടത്തും പുലികളാണ്. എനിക്ക് Hero8 ഇച്ചിരി ഒരു ഫ്രണ്ടിലൊരു വെയിറ്റ് വന്ന പോലെ തോന്നുന്നുണ്ട് ഹെൽമെറ്റിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം. മോഡിൻ്റെയും കൂടെ വെയിറ്റ് വന്നപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനധികം വെയിറ്റ് ഇല്ല എങ്കിലും മുന്നിലേക്കൊരു താഴ്ച. അല്ലാണ്ട് വേറെ കംഫർട്ടബിളിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സംഭവം എന്ന് വെച്ചാൽ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വലിയൊരു സാധനം ഹെൽമെറ്റിൻ്റെ ഫ്രണ്ടിൽ വെച്ചോലിരിക്കും. അപ്പം വല്ലാത്തൊരു അറ്റൻഷൻ ഗ്രാബറാണ്. ഒരു Hero4 ആയിരുന്ന സമയത്ത് കുഞ്ഞിക്ക് ഒരു Hero4 മുന്നിൽ വെച്ചോലുണ്ട്. ഇതിപ്പം മീഡിയ മോഡും കൂടെ ആയപ്പോൾ തന്നെ എൻ്റെ സൈസ് വലുതായി. 4 മണിക്ക് എത്തണം എന്ന് പറഞ്ഞാൽ വന്നത്. ഇപ്പോൾ സമയം വെച്ച് 4 മണി കൃത്യം. ഏതാണ് കുറുവാദ്വീപിലേക്ക് പോകുന്ന വഴി കേട്ടോ, മാനന്തവാടി സ്ട്രേറ്റ്. ഇവിടെ മുതൽ നല്ല റോഡായി. സോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ വണ്ടി ടൂർ പോകുമ്പോൾ എപ്പോഴും ടോപ്പ് നോച്ച് കണ്ടീഷൻ ആയിരിക്കണം അല്ലേ? ആക്ച്വലി എപ്പോഴും ടോപ്പ് നോച്ച് കണ്ടീഷൻ ആയിരിക്കും. പക്ഷേ എസ്പെഷ്യലി നമ്മളൊരു ലോങ് നന്നായിട്ട് പോവുകയാണെങ്കിൽ, ഇപ്പം 1500 കിലോമീറ്റർ തോന്നി അത്ര ലോങ് ഒന്നുമല്ല. പക്ഷേ യൂഷ്വലി ഞാനിപ്പം ക്രോസ് കൺട്രി ഒക്കെ കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ കാശ്മീർ പോയി, രാജസ്ഥാൻ പോയി, നോർത്ത് ഈസ്റ്റ് പോയി, അല്ലെങ്കിൽ മുംബൈക്ക് പോകുന്നു, അല്ലെങ്കിൽ ബാംഗ്ലൂർ, ചെന്നൈ അങ്ങനെയൊക്കെ കറങ്ങുന്നു, നമ്മുടെ വണ്ടി എപ്പോഴും ടോപ്പ് നോച്ച് കണ്ടീഷൻ ആയിരിക്കണം. ഒരു 10,000-2000 ട്രിപ്പിന് കിലോമീറ്ററിന് മേലെ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ. സോ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പം ഒരു പകുതി തേയ്മാനം വന്നൊരു സോ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു ട്രിപ്പ് പോയി വന്നതിന് ശേഷം വണ്ടി സർവീസ് ചെയ്തതിന് ശേഷം നമ്മളൊരു 2000 കിലോമീറ്റർ 3000 കിലോമീറ്റർ ഓടി. അപ്പോൾ ആ ഒരു വണ്ടിയും കൊണ്ട് നമുക്ക് എന്താണെങ്കിലും പോകാൻ കഴിയില്ല. സോ അന്നേരം നമ്മുടെ അടുത്ത് എഞ്ചിൻ ഓയിൽ ഉണ്ടാവും, നമ്മുടെ അടുത്ത് ചെയിൻ ഉണ്ടാവും, ചിലപ്പം നമ്മുടെ അടുത്ത് ഡിസ്ക് പാഡ്, ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ സാധനങ്ങളെല്ലാം എടുത്തു വെക്കുക. ആക്ച്വലി പുതിയൊരു സാധനം ഇടുക. നമ്മളൊരു 10,000 കിലോമീറ്റർ ട്രിപ്പ് പോകാൻ എന്നുണ്ടെങ്കിൽ തന്നെ പുതിയൊരു സാധനം കൊണ്ട് ഇടുക. അത് പുതിയൊരു ചെയിൻ ഇടുക, അല്ലെങ്കിൽ പുതിയൊരു ബ്രേക്ക് പാഡ് ഇടുക. എന്നിട്ട് പഴയത് നമ്മുടെ അടുത്ത് എടുത്തു വെക്കുക. സോ നമുക്ക് ആവശ്യം വരുമല്ലോ. കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നതിന് ശേഷം നമ്മുടെ വണ്ടി എന്തായാലും അവയും. അന്നേരം ഈ പഴയ ഒരു 2000-3000 കിലോമീറ്റർ ഓടിയ ചെയിനുകളോ, അല്ലെങ്കിൽ അതിൻ്റെ 3000 കിലോമീറ്റർ ഓടിയ ചെയിനൊക്കെ നമുക്ക് 10,000-ന് പോകാൻ കിട്ടും ട്രിപ്പ്. സോ എങ്ങനെയായാലും അപ്പോൾ പഴയ വർക്കിംഗ് കണ്ടീഷനുള്ള ചെയിനുകളോ, ഡിസ്ക് പാഡ്, ബ്രേക്കുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കൺസ്യൂമബിൾസ് അതൊക്കെ നമുക്ക് കയ്യിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. നമുക്ക് കുറച്ച് പൈസ ലാഭിക്കാം. അങ്ങനെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാം ആക്ച്വലി നമ്മുടെ ട്രിപ്പിന് ഫുൾ കണ്ടീഷൻ ആയിരിക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾക്ക് ഒത്തിരി എപ്പോഴും നമ്മൾ പോകുമ്പോൾ മാറ്റി കളയുകയും വേണ്ട പകുതി സാധനങ്ങൾ. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം സൂക്ഷിച്ച് വെക്കുന്നത് വളരെ നല്ലതാണ്. സാധാരണ ആളുകൾ ചെയ്യാറുള്ളതാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പരീക്ഷിക്കുക. അപ്പോൾ നമുക്ക് പോയി
അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കാണാം. നിങ്ങൾക്ക് പുതിയ ആംഗിളൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഗോപ്രോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വയനാട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. പയ്യെ തണുപ്പായി തുടങ്ങി ഇപ്പം വയനാട്ടിൽ. ഇന്നലെ രാത്രിയൊക്കെ നല്ല തണുപ്പായിരുന്നു. വയൽ പുഴ, മോനെ പയ്യെ പോയില്ലെങ്കിൽ തന്നെ വീഴും. ഈ റോഡ് നന്നാക്കി അടിപൊളിയായിരിക്കും. എന്ത് രസമാണ് കാണാം. ഈ പുഴ ആക്ച്വലി കരകവിഞ്ഞൊക്കെ ഒഴുകും. വള്ളിയൂർക്കാവ് എത്തി നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഹോണ്ട വർക്ക്ഷോപ്പ്, നമ്മുടെ ബഡീൻ്റെ വർക്ക്ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. അതാണ് നമ്മുടെ ബഡി നിൽക്കുന്നു. ബഡീസ് ഹലോ. ക്യാമറയ്ക്ക് ഹായ് പറഞ്ഞു. റെഡി, ഓക്കെ. വണ്ടി നമ്മളെ കുട്ടപ്പനായിരിക്കുകയാണ്. അപ്പോൾ മർഷാദിൻ്റെ ടീംമേറ്റ്സിനും ഒക്കെ താങ്ക് യു വെരി മച്ച്. നമുക്ക് ചായ കുടിക്കാം. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്കുള്ള ജേർണി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഏകദേശം 1 മണിക്കൂറത്തെ യാത്രയുണ്ട്. തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ 1/2 മണിക്കൂറത്തെ യാത്രയുണ്ട്. നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ 1 മണിക്കൂറത്തെ യാത്രയുണ്ട്. ബിക്കോസ് നമ്മൾ കാട് അവോയ്ഡ് ചെയ്താണ് പോകുന്നത്. കാട്ടിക്കൂടെ പോയാൽ നമ്മൾ ആന പിടിക്കും. ആന പിടിച്ചാൽ വണ്ടി കേടാവും. വണ്ടിയിൽ ആന ചവിട്ടിയാൽ പിന്നെ ഈ ആനിട്ട് വണ്ടിയിട്ട് തോടേണ്ടി വരും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇതുവരെ വണ്ടി ഏകദേശം 61,228 കിലോമീറ്റർ ഓടി. അപ്പം പുലി പോലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഒന്ന് എഞ്ചിനോയിലൊക്കെ ഒന്ന് മാറ്റിയപ്പോൾ ഒരു ചെറിയൊരു സ്മൂത്തർസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടെന്ന് ഞാൻ പറയും കേട്ടോ. ചിലപ്പം എഞ്ചിനോയിലൊക്കെ മാറ്റി ഒന്ന് സർവീസ് സെൻറ്റർ ഇറക്കുമ്പോൾ ഒരു ചെറിയൊരു റിഫ്രഷ്മെൻറ്റ് വരില്ലേ, ഒരു ചായയൊക്കെ കുടിച്ച പോലെ. അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു വണ്ടിക്ക് ഇപ്പോൾ തോന്നുന്നത്. നമ്മൾ കാരണം ഓരോ വൈബ്രേഷനും നമ്മൾ വണ്ടീൻ്റെ ഫീൽ ചെയ്യാറുണ്ടല്ലോ. ഇത്രയും ഡിയർ ആൻഡ് നിയർ ആയിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയല്ലേ. ചിലപ്പോൾ അങ്ങനെ തോന്നലായിരിക്കും, ചിലപ്പം ഒറിജിനലായിരിക്കും കേട്ടോ. പിന്നെ എന്താണെങ്കിലും ഒബ്വിയസ്ലി ബ്രേക്ക് പാഡ് മാറ്റിയതിൽ വളരെയധികം ഹാപ്പിയാണ് ഞാൻ. അത് വളരെയധികം ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ വളരെയധികം ഹാപ്പിയാണ്. അമ്മേ. സോ ബേസിക്കലി എൻ്റെ അമ്മ വലിയൊരു കല്ല്. ബേസിക്കലി നമ്മളിന്ന് നമ്മുടെ ഓയിൽ ഫിൽറ്റർ മാറ്റി. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഓയിൽ അത്ര പോയിട്ടില്ലെന്നാണ് മർഷാദ് പറഞ്ഞത്. കുറച്ച് ഓയിൽ കുറവായിരുന്നു ഫോർ ഷുവർ, ഓഫ് കോഴ്സ്. അത് ഞാൻ നോട്ട് ചെയ്തായിരുന്നു. പിന്നെ ടോപ്പ് അപ്പ് ചെയ്ത കയ്യിലുള്ള ഓയിൽ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഡിസ്ക് പാഡ് മാറ്റി. യെസ്, ഓഫ് കോഴ്സ്. ചെയിൻ സ്പ്രോക്കറ്റ് മാത്രം മാറ്റാൻ പറ്റിയില്ല. ചെയിൻ സ്പ്രോക്കറ്റ് പഴയത് തന്നെ ഓക്കെ ആണെന്ന് മർഷാദ് പറഞ്ഞു. കുറച്ച് നാളോട് ഓടും. അങ്ങനെ ഓടുവാണെങ്കിൽ കുറച്ച് നാളോട് കഴിഞ്ഞാൽ എന്താണ് ഈ ട്രിപ്പ് പോയി ഒരു കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ തിരുപ്പ് വരുമ്പോഴത്തേനും മർഷാദ് ചെയിൻ സ്റ്റോക്കാക്കാം എന്നാണ് പറഞ്ഞത്. അപ്പം ചെയിൻ സ്റ്റോക്കാക്കി കിട്ടിയാൽ വിൽ ബി ഗുഡ്. KTC ഹോണ്ടയിലെ മർഷാദിൻ്റെ ടീമിനും KTC ഹോണ്ടയ്ക്കും ഒക്കെ വലിയ താങ്ക് യു. ഞാൻ ഏകദേശം നമ്മുടെ കഴിഞ്ഞ CBR എടുത്തപ്പോൾ മുതൽ കഴിഞ്ഞ ഒരു 5-6 വർഷമായി തന്നെ എടുത്തപ്പോൾ മുതൽ ഇവരുടെ KTC ഹോണ്ടയുടെ അടുത്ത് തന്നെയാണ് നമ്മൾ സർവീസിന് പോകുന്നത്. എങ്ങനെയോ ഒരു മർഷാദിനൊക്കെ പരിചയപ്പെട്ട് കിട്ടിയതാണ്. ഭാഗ്യമാണെന്ന് വിചാരിക്കാം. നമ്മളെപ്പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള മെക്കാനിക്കലുമായിട്ടുള്ള നമ്മുടെ ബന്ധം വളരെയധികം. കാരണം നമ്മൾ ഇന്ന് വന്ന് നാളെ വന്ന് 1 വർഷം കഴിയുന്ന ആൾക്കാരല്ല. നമ്മൾ ഏകദേശം ഒരു 6 മാസത്തിൽ ഒരിക്കലെങ്കിലും കണ്ടുമുട്ടുന്ന ഒരു ആളാണ് നമ്മുടെ മെക്കാനിക്കുമായിട്ട്. മിനിമം നമ്മൾ ഇത്ര ലോങ് ഒക്കെ പോയി എപ്പോഴും അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കോൺടാക്റ്റ് ഉണ്ടാവും. സോ ബേസിക്കലി
ആ ഒരു സുഹൃത്ത് ബന്ധം എപ്പോഴും നമുക്ക് നല്ലൊരു മെക്കാനിക്കായിട്ട് എപ്പോഴും വേണം. എന്തെങ്കിലും ഞാൻ വീട്ടിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വഴിക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം വിളിക്കുന്നത് മർഷാദിനെയാണ്. വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ വഴിക്ക് വെച്ച് നോർത്ത് ഈസ്റ്റ് വെച്ചിട്ട് വിളിച്ചത് മർഷാദ് ഇങ്ങനെ ചെയ്ത കുഴപ്പമുണ്ടോ, അങ്ങനെ ചെയ്ത കുഴപ്പമുണ്ടോ, യെസ് ഇങ്ങനെ എല്ലാ ഉപദേശങ്ങളും ഒക്കെ തരുന്നത് മർഷാദാണ്. അപ്പം ഒരു മെക്കാനിക്ക് വെറുതെ വർക്ക് ചെയ്യുന്നതിനപ്പുറം തന്നെ ഒരു സുഹൃത്ത് ആയി വന്നതും ചേട്ടാ എനിക്കറിയാം പൊയ്ക്കോളൂ നോക്കാം മർഷാദിന് ഒരു താങ്ക്സ് ഉണ്ട് കേട്ടോ മർഷാദ്. ഓക്കെ, എനിവേസ്, സോ ഞാൻ പറഞ്ഞോന്നറിയില്ല, നമ്മളിപ്പോൾ തിരിച്ചു പോകുന്നത് കാട്ടിൽ കൂടെയല്ല, കാട്ടിൽ കൂടെ പോയാൽ നമുക്ക് പണി കിട്ടും എന്നുള്ളതുകൊണ്ട് ആന ചവിട്ടിയാൽ പണി വാളും. ആന പിടിച്ചാൽ ട്രിപ്പും പോകാൻ പറ്റില്ല, ഒന്നും പോകാൻ പറ്റില്ല. അതാണ് നമ്മൾ വേറൊരു വഴി കൂടെയാണ് വീട്ടിലേക്ക് പോകുന്നത്. ഏകദേശം 1 മണിക്കൂർ എടുത്തു. അപ്പോൾ റോഡിൽ കാണാം സുലാൻ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അപ്ഡേറ്റ്. നമ്മുടെ വണ്ടി ഫുൾ കണ്ടീഷൻ എനിവേസ്. പിന്നെ പറയാം. സുലാൻ, റോഡിൽ കാണാം. നിങ്ങളുടെ സ്വന്തം ടിൻസോ ബ്രോ. ഗുഡ് നൈറ്റ്, മാസലാമ, ടേക്ക് കെയർ, ബി സേഫ്. നമുക്കിനി അടുത്തത് മിക്കവാറും നമ്മുടെ ട്രിപ്പ് സെറ്റിങ്ങപ്പാണ്. ട്രിപ്പിൻ്റെ സെറ്റപ്പിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. റോഡിൽ കാണാം സുലാൻ. ബൈ ബൈ.